ദീപാവലി ആഘോഷത്തിലേക്ക് നാടും നഗരവും കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും ഒക്കെ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകരുകയാണ് ഈ ദിവസം. ഇന്നലെ മുതൽ തിരുവനന്തപുരത്തും ആഘോഷം പൊടിപൊടിക്കുകയാണ്. തിരുവനന്തപുരത്ത് വലിയശാല തെരുവിൽ നിന്നും സുനിഷ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. നാടെങ്ങും ദീപാവലി ആഘോഷത്തിന്റെ നിറവിലാണ്. സന്തോഷത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ എല്ലാം വെളിച്ചം ഇങ്ങനെ ഇതാ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് വലിയശാല തെരുവിലാണ്. വലിയ ആഘോഷത്തിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് ദീപാവലി എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ ആഘോഷം എന്നതിനൊപ്പം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ആഘോഷമാണ്. എങ്ങനെയാണ് ദീപാവലി ആഘോഷം? പണ്ടൊക്കെ ഒരു വളരെ നല്ല ആഘോഷമായിരുന്നു. ഇപ്പോഴ് കാലക്രമേണ ആഘോഷങ്ങളുടെ ഇത് കുറഞ്ഞുപോയി എന്ന് പറയാം. ഇപ്പൊ എങ്ങനെയാ നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയായിരുന്നു ആഘോഷിക്കാതെ? ആളുകൾക്കെല്ലാം ദീപാവലി ആഘോഷം ദീപാവലിക്ക് പൂജകളൊന്നുമില്ല. ഇതുപോലെ ഈ വെടികളൊക്കെ വെടിക്കുക, പൂത്തിരികളൊക്കെ കൊളുത്തുക, അതുപോലെ ഉള്ളതേ ഉള്ളൂ. ഒത്തുകൂടലിന്റെ ഒരു ആഘോഷമാണല്ലേ? കാലത്ത് അഴിച്ച് എണ്ണ തേച്ച് കുളിക്കും. എണ്ണയിൽ മഹാലക്ഷ്മി ഇരിക്കുന്നതായും വെള്ളത്തിൽ ഗംഗ അന്ന് ഇരിക്കും എന്നൊരു വിശ്വാസം. അതുകൊണ്ട് വെളുപ്പാങ്കാലം കുളിക്കും. അത് ഗംഗാസ്നാനം എന്ന് പറയും. അപ്പോൾ കുളിച്ചിട്ട് പണ്ടെല്ലാം വലിയവരൊക്കെ, ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ വലിയവരൊക്കെ ചോദിച്ചോളും ഗംഗാസ്നാനം കഴിഞ്ഞോ എന്ന് ചോദിക്കും. ഇപ്പോഴത് അങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടെന്നുള്ളതൊക്കെ മറന്നുപോയി. ഇപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ആഘോഷങ്ങൾ, പിന്നെ ഒരുപാട് പണ്ട് ഞങ്ങൾക്ക് പലഹാരം ഉണ്ടാക്കും, ഒരു മധുര പലഹാരം, ഇത് ഒക്കാര എന്നാണ് പറയും, ഒക്കാര എന്ന് പറയും. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത് നരകാസുര വധം എന്നാണ് പറയുന്നത്. കൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസം, കൃഷ്ണനല്ല വധിച്ചത്, സത്യഭാമയാണ്. എന്നാലും നരകാസുരൻ എന്ന ഒരു വൃത്തികെട്ട ഒരു ശക്തി, നാശകാര ശക്തി ഇല്ലാതായ ഒരു ദിവസം. നോർത്ത് ഇന്ത്യയിലൊക്കെ പറയുന്നത് രാവണവധം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ രാവണവധത്തിന് പറച്ച് കേട്ടിട്ടില്ല, പ്രസക്തിയില്ല. ഇവിടെ നരകാസുരവധമാണ് ഇവിടുത്തെ ഐതിഹ്യം. ദീപാവലിയുമായി സംബന്ധിച്ച ഐതിഹ്യം അതാണ്. ആഘോഷങ്ങളെ എങ്ങനെയുണ്ട്? എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസം കൂടി ആയത്. അതെ ഞങ്ങൾ 3 പേരും ഞങ്ങളെ ചട്ടത്തിൽ ഞങ്ങൾക്ക് ഇത് നമ്മൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ ആഘോഷങ്ങളുണ്ട്. കൊച്ചിയിലൊരു ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട്, അവിടെയും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദീപങ്ങൾ കത്തിച്ചും പടക്കങ്ങളൊക്കെ പൊട്ടിച്ചും ഒക്കെ പടക്കം പൊട്ടിക്കുന്ന കുട്ടികളോട് പ്രത്യേകം പറയാനുള്ളത്, ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു, നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഒരു ചെറുപ്പക്കാരൻ്റെ 2 കൈ വിരലുകളാണ് അറ്റുപോയത്. കാരണം പടക്കം കൈവച്ചങ്ങ് പൊട്ടി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ സ്ഫോടക ശേഷിയുള്ള പടക്കങ്ങളൊന്നും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. പൂത്തിരികളൊക്കെ കത്തിക്കുക. അതൊന്നും കണ്ണിലും ശരീരത്തും വിടപ്പെടാതെ വളരെ സുരക്ഷിതമായ അകലം പാലിച്ച് തന്നെ ദീപാവലി പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളും ആഘോഷിക്കുക. 2 കൈവിരൽ പോയൊരു ചെറുപ്പക്കാരൻ്റെ കഥ ഒന്ന് ഓർമ്മിക്കണേ. കാരണം കുട്ടികൾ ഈ പടക്കങ്ങളൊക്കെ എടുത്ത് അവർക്കറിയില്ലല്ലോ. പ്രത്യേകം സൂക്ഷിക്കണം, മുതിർന്നവർ പ്രത്യേകിച്ചും.